വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോകാം. നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇന്ത്യൻ വാണിജ്യ ബന്ധം എന്നും ഏകപക്ഷീയവും ആണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരോപിച്ചു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാൻ ഇന്ത്യ സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. ഇതിന് ഇന്നലെ ഉണ്ടായ ഷാങ്ഹായ് ഉച്ചകോടിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ പുരോഗതി, ചൈന, റഷ്യ, ഇന്ത്യ അച്ചുതണ്ട് രൂപീകരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. കലിപ്പ് ട്രംപിന് മാറാത്ത പശ്ചാത്തലമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് പുതിയ വിമർശനങ്ങളിൽ? രജിത്ത്, സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നടപടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ചേരി ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു ചേരി ഈ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഒരു ഭീഷണി സ്വരം എന്ന രീതിയിൽ ട്രംപിൻ്റെ ചില രീതിയിലുള്ള പരാമർശങ്ങൾ വരികയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതനുസരിച്ച് മരുന്നുകൾക്കുൾപ്പെടെ 200% തീരുവ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ മരുന്നുകൾക്ക് ഏർപ്പെടുത്തും എന്നുള്ളതാണ്. അത്തരത്തിൽ തീരുവ യുദ്ധം കൂടുതൽ തുടരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, നേരത്തെ ചൈനയ്ക്ക് മേൽ ഇത്തരത്തിൽ തീരുവ കൂടുതൽ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മൾ കാണുകയും ചെയ്തു. പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തീരുവ യുദ്ധം തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ പിന്നീട് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ പോലും തന്നെ ചൈനയ്ക്ക് ഒരു തലോടൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ ആ തീരുവ അധിക ചുങ്കം അത് പിൻവലിക്കുന്ന നടപടിയിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ ചില സാവകാശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് ഒരു പക്ഷേ പാശ്ചാത്യ ശക്തികൾക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിയേക്കാം. അല്ലെങ്കിൽ അവർക്ക് മുമ്പിലേക്ക്, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് പാശ്ചാത്യ ശക്തികൾക്കാൾ മുകളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരൊക്കെ ട്രംപ് ഭരണകൂടത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം നിലവിലെ ഈ സാഹചര്യങ്ങൾ അതെല്ലാം തിരിച്ചടിയാകാൻ പോകുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന ചില ധാരണകൾ, ഈ മൂന്ന് നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഇങ്ങനെ രീതിയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തീരുവ യുദ്ധമുണ്ടായാൽ അതിൽ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നുള്ളൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാമർശമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. കാരണം പ്രത്യേകിച്ചൊരു മറ്റൊരു സാമ്പത്തിക ചേരി വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടി ജപ്പാൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിനൊരു തുടർച്ചയായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന ഇന്ത്യ നിലപാട് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റു ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് അംഗീകരിക്കില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഇതിലെല്ലാം കൂടി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വ്യാപാര കരാർ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വേളയിലായിരുന്നു ഈ വിഷയം വരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചില ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അത് നിരാകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതാണ് നമ്മൾ ഇന്ത്യ കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ നടപടി ഇനി എന്ത് നടപടിയാകും? സ്വാഭാവികമായും 200% ഒക്കെ പറയുമ്പോൾ നിലവിൽ 50-ന് മുകളിലാണ് പല ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ അഫക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയായി വരികയും ചെയ്യുന്നു. ഒരു സാമ്പത്തിക പാക്കേജ് അടക്കം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ GDP ഒന്നും തന്നെ ഇത് കൃത്യമായി ബാധിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ വിദേശകാര്യ മന്ത്രാലയത്തിലുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോഴും അനുരഞ്ജനത്തിന്റെ ഒരു സാധ്യതകളും തുറന്നിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നു. ഇനി അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.